നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. ഈ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഇത് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് പാലക്കാട് ആലത്തൂരിൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. മറ്റൊന്നുമല്ല, ഒരു 35-കാരി സ്വന്തം മകന്റെ 11 വയസ്സുള്ള സ്വന്തം മകന്റെ ജ്യേഷ്ഠനുമായി, അതായത് ആ ജ്യേഷ്ഠന് ഏതാണ്ട് 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ആ ജ്യേഷ്ഠനുമായിട്ട് എന്ത് ചെയ്തു, നാട് വിട്ടു. അതായത് ഈ പയ്യനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിലായിരുന്നു കേസ് വന്നത്. അവസാനം ഈ പുള്ളി എന്ത് ചെയ്തു, പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ എറണാകുളത്ത് വെച്ച്, പാലക്കാട് നിന്ന് എറണാകുളം വരെ പോയി അവിടെ വെച്ച് ഇത് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതെന്തിനാണ് തട്ടിക്കൊണ്ട് പോയത്? പല മെസ്സേജൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടി, എന്നെ ചേച്ചി ആന്റിയുടെ ഫോട്ടോ എവിടെ? ആന്റിയുടെ ഫോട്ടോ ഇല്ല, ആന്റിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാമായിരുന്നു. അതുപോലെ നമ്മുടെ ശ്രീകണ്ഠൻ നായർ 24-ലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട്. 24 ന്യൂസ് വന്നത് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു ഇതെങ്ങനെ ഒലിപ്പിച്ച് പറയേണ്ടത്, എനിക്ക് ആദ്യം വാർത്തയാക്കണ്ട എന്നാണ് ഞാൻ കരുതിയതെങ്കിലും ഒരു അറിവിലേക്ക് വേണ്ടി പറയുന്നു എന്നുള്ളതാണ്. ഇനി ആ വാർത്ത നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഓക്കെ. പാലക്കാട് പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ യുവതി തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ പേരിൽ പോലീസ് പോക്സോ കേസെടുക്കുമെന്ന് അറിയുന്നു. 14-കാരനെയും കൊണ്ട് യുവതി പോയത് കൊച്ചിയിലെ ഒരു താമസസ്ഥലത്തേക്കെന്നും പോലീസ് കണ്ടുപിടിച്ചു. ആലത്തൂർ പോലീസാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോടാണ് ഈ അതിക്രമം ഇവർ ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വളരെ കുറച്ച് നിയന്ത്രിച്ച് വിശദാംശങ്ങൾ നൽകിയാൽ മതി. വളരെ കുറച്ച് നിയന്ത്രിച്ച് വിശദാംശങ്ങൾ നൽകിയാൽ മതി. അതായത് സത്യാവസ്ഥ പുറത്തു പറയണ്ട എന്നുള്ളതാണ് സത്യം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കും പോലെ സതുദ്ദേശത്തോടു കൂടിയല്ല ഈ 35-കാരി, ഈ കിളവി എന്ത് ചെയ്തത്. ഈ പാവം സ്വന്തം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14 വയസ്സെന്ന് ആ പയ്യൻ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, അവനെ ഒന്നും അറിയത്തില്ല, മനസ്സിലായോ? ആ പയ്യനെ വിളിച്ചുകൊണ്ട് പോയത്. ഇനി ബാക്കി കേൾക്കാം. SK ഉറപ്പാണ് ഇത് ഒരു കാരണവശാലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. ഒരു കാരണവശാലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവം തന്നെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് പലയിടത്തും നമുക്കറിയാം. കുറച്ചു കാലം മുമ്പ് തന്നെ നമ്മൾ കേട്ടായിരുന്നു. അതായത് ഒരു പെൺകുട്ടി 10, 20, 23 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ത് ചെയ്തു, മറ്റൊരു പയ്യനുമായിട്ട് പ്രണയമായിരുന്നു. ആ പ്രണയത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പയ്യനോട് ഒളിച്ചോടി പോകുന്നു. അവനെന്തോ പേടിച്ച് വേറൊരു ബന്ധു വീട്ടിൽ കൊണ്ട് നിർത്തിയിരുന്നു. അവിടെയുള്ള 12, 13 വയസ്സുകാരൻ അവനുമായിട്ട് ഒളിച്ചോടി ഒരു കഥ നമ്മൾ ഈ ഇടയ്ക്ക് എനിക്ക് 1 മാസം എന്തോ ആയിട്ടുള്ളൂ, അതും നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല. 14 വയസ്സുകാരനാണ് ഈ കുട്ടിയുടെ. ഈ 35-കാരിയുടെ ഒരു മകനുണ്ട്. ആ മകൻ 11 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ മകന്റെ കൂട്ടുകാരന്റെ ജ്യേഷ്ഠനാണ് ഇത്തരത്തിൽ കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. പോലീസിൽ വീട്ടുകാർ, ഈ 14-കാരന്റെ വീട്ടുകാർ ഉടൻ തന്നെ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ 35-കാരിയെ സംശയമുണ്ട് എന്ന തരത്തിൽ പറയുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് ഫോൺ കോൾ രേഖകളടക്കം പരിശോധിച്ചു, മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചു. അപ്പോൾ എറണാകുളത്തേക്കാണ് പോയിരിക്കുന്നതെന്ന് മനസ്സിലായി. എറണാകുളത്ത് ഒരു കോൾ സെന്ററിലെ ജീവനക്കാരിയാണ്. എന്തായാലും ദൂരേക്കൊന്നും പോകാൻ ഒരു കാരണവശാലും സമ്മതിച്ചില്ല. അപ്പോൾ തന്നെ കൊച്ചി സിറ്റി പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു. കൊച്ചി സിറ്റി പോലീസ് ഇവരെ വഴിയിൽ തന്നെ തടഞ്ഞു നിർത്തി കസ്റ്റഡിയിലെടുത്തു. ഉടൻ തന്നെ ആലത്തൂർ പോലീസ് സ്ഥലത്തെത്തി യുവതിയെയും അതുപോലെ തന്നെ ഈ 14-കാരനെയും കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. സംഭവം എന്താണ് മനസ്സിലായില്ല. അതിനകത്ത് ഇവർ പറയുന്ന മറ്റൊരു കേസ് കണ്ടു. അതായത് ഈ കൊച്ച്, അതായത് ഈ 14 വയസ്സുകാരനെ കാണാതായി. സ്കൂളിൽ പോയ കൊച്ചിനാണ്, വീട്ടിൽ വരുന്ന മുമ്പേനെ കാണാതായെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് സംശയം, ഈ 35-കാരിയെ സംശയമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ പയ്യന്റെ രക്ഷകർത്താക്കൾക്ക് സംശയമുണ്ടെങ്കിൽ എന്തിന് ഈ പയ്യനെ ഇവരുമായിട്ട് ബന്ധപ്പെടാൻ അനുവദിച്ചു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഈ പെൺകുട്ടി എവിടെ പിടിച്ചല്ലോ, പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഈ കളവിയെ പിടിച്ചു. അതായത് 35 പേർക്ക് എന്തോ മൂത്ത് നമുക്കറിയാലോ, അത് മൂത്ത് പോയത് തന്നെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ പിടിച്ചതിന് ശേഷം ഈ പറയുന്ന ഈ മുതുക്കി പറഞ്ഞ ന്യായീകരണവും കൂടിയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പയ്യനെ കൊണ്ടുപോയത് എന്ന് ഇവളെ പിടിച്ചപ്പോൾ ഇവള് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. വിശദമായ ചോദ്യം ചെയ്തപ്പോൾ യുവതി മൊഴിയായി നൽകിയത് കുട്ടിയെ താൻ നിർബന്ധിച്ചോ പേടിപ്പിച്ചോ കൊണ്ടുപോയതല്ല, കുട്ടി തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് തനിക്കൊപ്പം വന്നത്, തന്റെ മകന്റെ സുഹൃത്താണ്, ആ നിലയിൽ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു, കുട്ടിക്ക് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ തന്നോട് പറയാറുണ്ടായിരുന്നു, ഇതിന്റെ കൂടിയൊരു അടുപ്പം തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് എറണാകുളത്തേക്ക് പോയതെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും അതായത് ഇവര് പറഞ്ഞ എന്താ മനസ്സിലായോ? അതായത് ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയതല്ല, അവന്റെ സ്വമേധയാ അവൻ ഇറങ്ങി വന്നതാണ്. സത്യം തന്നെയാണ്. 14 വയസ്സുള്ള ഒരു പയ്യൻ സ്വമേധയെ തന്നെയാണ് ഇറങ്ങി വന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്.
മനസ്സിലായോ? സ്വമേധയെ തന്നെയാണ് അവൻ ഇറങ്ങി വന്നത്. അവന് ചിന്തിക്കാനുള്ള പിന്നീട് വയസ്സായിട്ടില്ല, അതിനുള്ള പക്വതയായിട്ടില്ല. അവനെ താങ്കൾ പറഞ്ഞു പ്രലോഭപ്പെടുത്തിയാണ് കൊണ്ടുപോയത് എന്നുള്ളത് സത്യമാണ്. ഇവിടെ അതിന് വേറെ നമുക്ക് വേറെ മറ്റേ റോക്കറ്റ് സയൻസിന്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായോ? യുവതിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. കാരണം രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ അറിവില്ലാതെ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി എന്നതിന്റെ പേരിലാണ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. ആലത്തൂർ പോലീസ് യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും യുവതിക്കെതിരെ പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. പ്രായപൂർത്തിയാവാത്ത പയ്യനെ കൊണ്ടുപോയി എന്നുള്ളത് കൊണ്ട് പോക്സോ കേസ് എടുത്തു. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ സ്ത്രീ ഇവിടെ കൊണ്ടുപോയത് ഇവൻ അവിടെ കൊണ്ട് ഈ പറയുന്ന സുവിശേഷം പറഞ്ഞ് മനസ്സിലാക്കി വെക്കാനൊന്നുമല്ല. അതായത് ഇവള് പറയുന്ന വെച്ചാൽ വീട്ടുകാരുടെ ചില പ്രശ്നങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, പയ്യൻ എൻ്റെ അടുത്തൊരു അടുപ്പം ഉണ്ടായി, അതുകൊണ്ടാണ് പയ്യന്റെ ഇഷ്ടപ്രകാരം ഞാൻ കൊണ്ടുപോയത്. അങ്ങനെ അടുപ്പം ഉണ്ടായെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാനുള്ളത്? ഒരു മകനോടുള്ള അടുപ്പമാണെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് അവനെ വിളിച്ച്, അവനെ രക്ഷകർത്താക്കളെ വിളിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിനെ സോൾവ് ചെയ്യണം. അല്ലാതെ ഇവിടെ നിന്ന് ഈ എറണാകുളത്തേക്ക് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോവുകയല്ല ചെയ്തത്. ആ വാർത്തയെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് അവിടെ കൊണ്ടുപോയത്? ഏതോ ഒരു താമസ സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. പിന്നെ ഇവൾ എന്താണ് ഈ മൊബൈൽ ഫോൺ ഓണാക്കി വെച്ചിട്ട് കൊണ്ടുപോയതെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് വണ്ടിയാണോ എന്ന് അറിയില്ല. അപ്പൊ ഇത് കൊണ്ടുപോയത് ഒരു സദുദ്ദേശത്തോടു കൂടിയല്ല എന്നുള്ളത് പരമ സത്യം തന്നെയാണ്. മറ്റു പല ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു 14-കാരൻ പയ്യനെ എന്ത് ചെയ്ത് ഇവൾ വശീകരിച്ച് കൊണ്ടുപോയത്. ഇനി രക്ഷകർത്താക്കളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ രക്ഷകർത്താക്കൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ഈ കുട്ടികളില്ലേ ഈ പറയുന്ന ഈ 10 മുതൽ അങ്ങോട്ട്, അല്ലെങ്കിൽ ഈ കൊച്ചിലെ ഒരു 17, 16, 17 വയസ്സ് വരെ നമുക്ക് കൃത്യമായിട്ടുള്ള കെയറിങ് കൊടുത്തില്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഒരുപാട്, ഇവർ പറയും ഒറ്റപ്പെട്ട ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇത് നിത്യേന നടക്കുന്ന സംഭവങ്ങളാണ്. പലരും ഈ പറയുന്ന ഓരോ നമ്മളിപ്പോ തന്നെ അറിയുന്നില്ല ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോഴാണ് പുറമെ വരുന്നത്. അതായത് ഈ 14 വയസ്സുകാരനെ വിളിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ് ഇത് പുറമെ അറിഞ്ഞത്. അല്ലെങ്കിൽ ഇവളെ വീട്ടിൽ വെച്ച് തന്നെ ഈ 14-കാരനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആരെങ്കിലും അറിയൂ? ഇവിടുത്തെ രക്ഷകർത്താക്കൾ തന്നെ അവനെ കാണാതായപ്പോൾ ഇവരുടെ അടുത്ത് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനു മുമ്പേ ഇവർ തമ്മിൽ എന്തോ കോളുകളോ എന്തോ ഒക്കെ നടന്നിട്ടുണ്ട്. അതായത് ഇവരുടെ പിന്നെ വാട്സപ്പ് ചാറ്റുകളോ എന്തെങ്കിലും ഇവർ പിടിച്ചിട്ടുണ്ടാവും. ഈ പിടിച്ചിട്ടുണ്ടായത് കൊണ്ടാണ് ഈ 35-കാരി തന്നെ ആയിരിക്കാം അവനെ തട്ടിക്കൊണ്ടു പോയതെന്ന് ടപേന് തന്നെ ഈ പറയുന്ന 14-കാരന്റെ വീട്ടുകാർക്ക് മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള പറയുന്ന സമൂഹത്തിന് കുറെ സ്ത്രീകളുണ്ടെന്നേ, സ്വന്തം 11 വയസ്സായ സ്വന്തം മകനെ വീട്ടിലിരുത്തിക്കിട്ട് 14 വയസ്സുകാരൻ്റെ കൂടെ അവളുടെ എന്ത് ചെയ്യുന്നു, അവരുടെ ആഗ്രഹം തീർക്കാൻ വേണ്ടി കൊണ്ട് നടക്കുകയാണ്. ഇപ്പൊ ഇവിടേക്ക് എന്ത് ചെയ്യാനാ എനിക്കറിയത്തില്ല. ഇതിനൊക്കെ എങ്ങനെ വിശദീകരിക്കുന്ന അറിയത്തില്ല. നിങ്ങളുടെ മാതാപിതാക്കളോട് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങളുടെ മക്കളാണ് ഈ കൊച്ചുകൂടെ. നമ്മൾ 2 വയസ്സായ കുട്ടികളൊക്കെ പറഞ്ഞു വിടുമ്പോൾ നമ്മൾ നോക്കത്തില്ല ഇവിടെ പോയി അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് പറയും. സ്വന്തം അച്ഛൻ്റെ അടുത്തായാലും ശരി തന്നെ, സ്വന്തം അനുജന്റെ അടുത്തായിക്കോട്ടെ, ആരുടെ അടുത്തായിക്കോട്ടെ, നമുക്കറിയാലോ. ഇപ്പൊ നടന്ന ഒരു സംഭവം തന്നെ നമുക്കറിയാം. എന്താണ് ഈ പറയുന്ന നമ്മുടെ പിന്നെ ട്രിവാൻഡ്രത്ത് നടന്ന സംഭവം, വെഞ്ഞാറമൂട് എന്താ നടന്നത്? അവിടെയും ആ പയ്യനെ കുറിച്ച് ഇച്ചിപ്പോന്ന് അറിയില്ല, എന്തെങ്കിലും പറയുന്നു. വളരെ ഡീസന്റ് ആയിട്ടുള്ള, വളരെ യുമാനുള്ള പയ്യൻ എന്നൊക്കെ പറയുന്നത്. അത്രയ്ക്ക് എല്ലാവരുടെ അടുത്തും വളരെ സ്നേഹത്തോട് പെരുമാറുന്ന പയ്യനാണ്. സ്വന്തം അമ്മയെയും സഹോദരനെയും കാമുകയെയും അടക്കം 5 പേരെ മൃഗീയമായി തലക്കടിച്ചു വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരായിക്കോട്ടെ, സ്വന്തം മകളുടെ അച്ഛനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരുടെ അടുത്തൊക്കെ നമ്മൾ ഇടപഴകുന്ന രീതി വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ നോക്കിയില്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നിത്യം സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. നമ്മുടെ ചുറ്റുപാടും തന്നെ ഒരു 10 വീട് എടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഇത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പുറമേ അറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെ അവരവിടെ ഒതുക്കി തീർക്കുന്നു. ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിച്ച് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് നാട്ടുകാർ അറിയുന്നത്. ഇതൊന്നും മൂടി വയ്ക്കാനുള്ള കേസല്ല. ഇതൊക്കെ രക്ഷകർത്താക്കളെ എല്ലാ അമ്മമാരെയും അറിയണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലുള്ള തെണ്ടിത്തരം കാണിക്കും നമ്മളൊരു 10 14 അല്ലെങ്കിൽ ഈ ഒരു പിന്നീട് പക്വതാമത്ത നമ്മുടെ മക്കളെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവരെന്താണ്, അവിടെ ആരൊക്കെയുണ്ട്, അവരുടെ സ്വഭാവം എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ഏറ്റവും കൂടുതൽ ഇതിൽ പറയുന്നത് മൊബൈലുകളൊന്നും കൊടുക്കരുതെന്നേ. മൊബൈലുകൾ യൂസ് ചെയ്യാൻ കൊടുക്കരുത്. പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഈ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും തേങ്ങയൊക്കെ വന്നുകൊണ്ട് കുട്ടികളെല്ലാം തലതിരിഞ്ഞു പോകുന്നു. എനിക്ക് ഇത്രയും പേരുള്ള രക്ഷകർത്താക്കൾ എല്ലാം നമ്മുടെ കുട്ടികളെ ഒരു 17 വയസ്സ് വരെയെങ്കിലും ഒരു 2 വയസ്സ് പ്രായമേ ഉള്ളൂ എന്നുള്ളൊരു മൈൻഡ്, ആ ഒരു പക്വത അവനെ ഉള്ളൂ എന്നുള്ള മൈൻഡോടുകൂടി അവരെയൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, ശുശ്രൂഷിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ മക്കളുകൾ വഴിതെറ്റി പോകാതിരിക്കത്തുള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.